നമസ്തേ മേരെ പ്യാരെ ബച്ചോ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പരീക്ഷയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയമാണ് അല്ലേ? ഇനി വീണ്ടും നമ്മൾ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹമാരി ഹിന്ദി കക്ഷാ കി ഓർ സ്വാഗത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ബാപ്പുജി കാ സപ്ന എന്ന ഒരു കവിത പഠിച്ചു അല്ലേ? ബാപ്പുജി ഇന്ത്യയെക്കുറിച്ച് കണ്ട സ്വപ്നം. എങ്ങനെ ആയിരിക്കണം എൻ്റെ ഭാരതം? ഞാൻ സ്വപ്നം കാണുന്ന ഭാരതത്തിൽ എന്തൊക്കെയാണ് അല്ലേ? ജാതിയെന്നോ മതമെന്നോ വിദ്വേഷമൊന്നുമില്ലാതെ സ്നേഹത്തോടെയുള്ള ഒരു രാഷ്ട്രമാണ് ബാപ്പുജിയുടെ സ്വപ്നം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കവിതയിലൂടെ അല്ലേ, ബാപ്പുജി കാ സപ്ന എന്ന പാഠഭാഗത്തിലൂടെ പഠിച്ചു. ഇന്ന് നമ്മൾ വേറൊരു സ്വപ്നത്തെയാണ് പഠിക്കാൻ പോകുന്നത്. ആരുടെയാണ്? കവി കാ സപ്ന. ഇന്ന് നമ്മൾ പഠിക്കുന്നു കവി കാ സപ്ന. എല്ലാവരും പുസ്തകം തുറന്നു വെച്ച് കൈവിരൽ വരികളിലൂടെ ഓടിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. ടീച്ചർ പഠിക്കുന്നതിനൊപ്പം, ടീച്ചർ വായിക്കുന്നതിനൊപ്പം നിങ്ങളും മനസ്സിലൊന്ന് വായിച്ചുകൊള്ളുക. കവി കാ സപ്ന. मन करता है पेड़ बनकर सबको शीतल छाया दूं. मन करता है बादल बनकर सबको स्वच्छ पानी दूं. मन करता है दर्पण बनकर सबसे सब दिन सच कहूँ. मन करता है मुस्कान बनकर हर दिन सबसे प्यार करूं. मन करता है सत्कर्मों से इस धरती पर स्वर्ग रचूं. എങ്ങനെയുണ്ട്? എന്താണ് കവി ഈ കവിതയിലൂടെ പറയുന്നത് എന്ന് നോക്കാം. മൻ കർത്താ ഹേ പേട് ബൻകർ. കവിയുടെ മനസ്സ് പറയുകയാണ്, അതായത് മൻ കർത്താ ഹേ, മനസ്സിങ്ങനെ പറയാണ്. എന്ത്? പേട് ബൻകർ. പേട് എന്ന് വെച്ചാൽ അറിയാലോ അല്ലേ? മരം. മരമായിട്ട് സബ്കോ ശീതൾ ഛായാദൂം. സബ്കോ എന്ന് വെച്ചാൽ എല്ലാവർക്കും. ശീതൾ ഛായ, ശീതൾ പറഞ്ഞാൽ കുളിർമയുള്ളത് എന്നാണ്. ഛായ എന്ന് വെച്ചാൽ ഷാഡോ, തണൽ. ധൂം എന്നാൽ നൽകുക. ദേന എന്ന വാക്കിൽ നിന്നാണ് ധൂം. ധൂം എന്ന് വെച്ചാൽ നൽകും എന്ന്. അപ്പോൾ മനസ്സ് പറയാണ്, ഒരു മരമായി മാറിയിട്ട് എല്ലാവർക്കും നല്ല തണുത്ത, നല്ല ഒരു തണൽ നൽകണം എന്ന് അല്ലേ? എല്ലാവർക്കും തണൽ നൽകണം അല്ലേ? മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം, ഞാൻ വലിയൊരു മരമാവണം. ആ മരമായിട്ട് എല്ലാവർക്കും നല്ല തണുത്ത ഒരു തണുപ്പ് അല്ലേ, തണൽ നൽകണം എന്ന് മനസ്സ് ആഗ്രഹിക്കുന്നു എന്ന് പറയാം. അടുത്ത വരി നോക്കൂ. മൻ കർത്താ ഹേ ബാദൽ ബൻകർ. വീണ്ടും മനസ്സ് പറയുകയാണ്, എന്ത്? ബാദൽ ബൻകർ. ബാദൽ എന്ന് വെച്ചാൽ കാർമേഘം. കാർമേഘമായിട്ട് സബ്കോ സ്വച്ഛ പാനി ദൂം. അവിടെ എന്താ? സബ്കോ സ്വച്ഛ പാനി. സ്വച്ഛ പാനി എന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ വെള്ളം അല്ലേ? വീണ്ടും ധൂം എന്ന് വെച്ചാൽ എന്താ? നൽകും എന്ന് അല്ലേ? അപ്പോൾ മനസ്സ് പറയുന്നു, എന്താ? നല്ല കാർമേഘമായിട്ട് എല്ലാവർക്കും നല്ല ശുദ്ധമായ വെള്ളം നൽകും എന്ന് അല്ലേ? അതാണ് എൻ്റെ മനസ്സ് പറയുന്നത്, നൽകണം. അതൊരാഗ്രഹം. അടുത്ത വരി എന്താ നോക്കൂ. മൻ കർത്താ ഹേ ദർപ്പൺ ബൻകർ സബ്സേ സബ് ദിൻ സച്ച് കഹൂം. മനസ്സ് പറയുന്നു, ദർപ്പൺ ബൻകർ. ദർപ്പൺ എന്ന് വെച്ചാൽ കണ്ണാടി, മിറർ. ഒരു കണ്ണാടിയായിട്ട്
സബ്സേ സബ് ദിൻ അല്ലേ, സബ്സേ എല്ലാവരോടും, സബ് ദിൻ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും, സച്ച് കഹൂം സത്യം പറയണം എന്ന് അല്ലേ. ഞാൻ എപ്പോഴും ഒരു കണ്ണാടി ആവണം, എൻ്റെ മനസ്സതാ പറയുന്നത്. എന്നിട്ട് എല്ലാവരോടും എനിക്ക് എല്ലാ ദിവസവും സത്യം മാത്രം പറയുക. എന്താ അതിൻ്റെ അർത്ഥം? കണ്ണാടി സത്യം പറയുക എന്ന് വെച്ചാൽ കണ്ണാടിയുടെ മുന്നിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ് കണ്ണാടി തിരിച്ച് കാണിക്കുക അല്ലേ, അതാണത്. അതായത് കണ്ണാടിയുടെ മുന്നിൽ പോയി നമ്മൾ ചിരിച്ചാൽ കണ്ണാടിയിലുള്ള നമ്മളും ചിരിക്കുകയാണ് ചെയ്യുക അല്ലേ. കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ കരഞ്ഞാൽ തിരിച്ച് കണ്ണാടിയിലുള്ളത് എന്തായിരിക്കും? കരയും. അപ്പോൾ അതിനർത്ഥം എന്താ? നമ്മൾ എന്താണോ കാണിക്കുന്നത് അത് സത്യമായിട്ടാണ് തിരിച്ച് കാണിച്ചു തരിക അല്ലേ. സത്യം മാത്രമേ പറയൂ, അല്ലാതെ അത് കളവ് നമുക്ക് കാണിച്ചു തരുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതേപോലെ എനിക്ക് എല്ലാവരോടും നേരെയുള്ള സത്യമായിട്ടുള്ള രീതിയിൽ എനിക്ക് സംസാരിക്കണം അല്ലേ, പറയണം. അതാണ് അടുത്തൊരാഗ്രഹം. ഇനി ബാക്കി നോക്കൂ. मन करता है मुस्कान बनकर हर दिन सबसे प्यार करूं. मन करता है മനസ്സ് പറയുന്നു, മുസ്കാൻ ബൻകർ. മുസ്കാൻ എന്ന് വെച്ചാൽ ചിരിക്കുക, പുഞ്ചിരി. മുസ്കാൻ ബൻകർ പുഞ്ചിരിയായി മാറിയിട്ട് അല്ലേ, നല്ലൊരു പുഞ്ചിരി ആവണം, എല്ലാവരുടെ മുഖത്തും ഉണ്ടാവുന്നൊരു പുഞ്ചിരിയായി മാറണം. എന്നിട്ടോ ഹർ ദിൻ സബ്സേ പ്യാർ കറൂം. ഹർ ദിൻ മീൻസ് എല്ലാ ദിവസവും, ഓരോ ദിവസവും, സബ്സേ എല്ലാവരോടും, പ്യാർ കറൂം എല്ലാവരെയും സ്നേഹിക്കണം എന്ന് അല്ലേ. അതായത് ഒരു പുഞ്ചിരിയായി മാറിയിട്ട് എല്ലാവരോടും സ്നേഹത്തോടെ നിൽക്കണം എന്ന്. ഇനി അടുത്ത് പറയാ, മൻ കർത്താ ഹേ സത്കർമ്മോം സേ ഇസ് ധർത്തി പർ സ്വർഗ് രജൂം. മനസ്സ് പറയുന്നു, സത്കർമ്മോം സേ സൽക്കർമ്മങ്ങൾ കൊണ്ട്, ഇസ് ധർത്തി പർ ഈ ഭൂമിയിൽ, സ്വർഗ് രജൂം അല്ലേ, സ്വർഗം രജൂം പറഞ്ഞാൽ രചിക്കും അല്ലേ. മനസ്സ് പറയുന്നു, മനസ്സുകൊണ്ട് സൽക്കർമ്മങ്ങളായിട്ട്, അതായത് ഞാൻ എന്ന വ്യക്തി കുറേ സൽക്കർമ്മങ്ങളാവുക, എന്നിട്ട് ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈ ഭൂമിയെ ഒരു സ്വർഗമാക്കി രചിക്കുക, അതായത് സ്വർഗമാക്കി മാറ്റും എന്ന് അല്ലേ. കവിയുടെ സ്വപ്നം എന്തൊക്കെയാണപ്പോൾ? നന്നായിട്ടുണ്ട് അല്ലേ കവിയുടെ സ്വപ്നം എന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കവിയുടെ സ്വപ്നങ്ങൾ? പേട് ബൻകർ ശീതൾ ഛായാദേനാ ഹേ അല്ലേ, മരമായി മാറിയിട്ട് നല്ല തണൽ നൽകണം. പിന്നെയോ ബാദൽ ബൻകർ സ്വച്ഛ പാനി ദേനാ ഹേ, കാർമേഘമായിട്ട് നല്ല ശുദ്ധമായ വെള്ളം നൽകും. പിന്നെയോ അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലേ മഴയത്തൊക്കെ, അപ്പോൾ അതൊരു സന്തോഷമാണ് കുട്ടികൾ മഴയത്തൊക്കെ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സന്തോഷം നൽകാൻ സാധിക്കണം എന്ന്. പിന്നെ പറയാ കണ്ണാടി അല്ലേ, ദർപ്പൺ ബൻകർ സബ് ദിൻ സച്ച് കഹൂം അല്ലേ, കണ്ണാടിയായി മാറിയിട്ട് സത്യം മാത്രം പറയണം എന്ന്. പിന്നെയോ പുഞ്ചിരിയായി മാറിയിട്ട് മുസ്കാൻ ബൻകർ സബ്സേ പ്യാർ കർനാ ഹെ അല്ലേ, നല്ല പുഞ്ചിരിയായി മാറിയിട്ട് എല്ലാവരെയും എനിക്ക് സ്നേഹിക്കണം. പിന്നെ എന്താ, അങ്ങനെ കുറേ സൽക്കർമ്മങ്ങൾ കൊണ്ട്, സത്കർമ്മോം സേ ധർത്തി പർ സ്വർഗ് രജൂം അല്ലേ, ധർത്തി കോ സ്വർഗ് ബന്നാ ഹേ അല്ലേ, ധർത്തിയെ അതായത് ഭൂമിയെ ഒരു സ്വർഗമാക്കണം എന്നാണ് കവിയുടെ സ്വപ്നം അല്ലേ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് കവിയുടെ സ്വപ്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ബാപ്പുജിയുടെ സ്വപ്നത്തെക്കുറിച്ചും പറഞ്ഞു, കവിയുടെ സ്വപ്നത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. എന്നാൽ ഇനി നിങ്ങൾക്കൊരു വർക്ക് തരട്ടെ ടീച്ചർ, നോക്കിക്കോളാ. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കൂ. अपने सपनों को कविता से जोड़ें शीर्षक दें അല്ലേ. अपने सपनों
നമ്മുടെ സ്വന്തം സ്വപ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ കൊണ്ട് കവിതാസേ ജോഡേ. ഇവിടെ കവിതയോട് ജോഡന യോജിപ്പിക്കുക. നമുക്കും ഉണ്ടാവുമല്ലോ അല്ലേ സ്വപ്നങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കൊണ്ട് ഇവിടെ കവിതയിൽ അങ്ങോട്ട് നിറയ്ക്കുക. എന്നിട്ടോ ശീർഷക് ദേ. ശീർഷക് മീൻസ് ഹെഡിങ്, തലക്കെട്ട് കൂടി കൊടുക്കുക. നോക്കൂ, ഈ കവിത പോലെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി അല്ലേ. മൻ കർത്താ ഹേ, മനസ്സ് പറയുന്നു അല്ലെങ്കിൽ മനസ്സ് ആഗ്രഹിക്കുന്നു അല്ലേ. എന്ത് ചെയ്യണം എന്നാ അവിടെ നോക്കൂ, നമുക്ക് കുറേ ഹെഡിങ്, അതായത് നമുക്ക് കുറേ സഹായക് ബിന്ദു ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് എന്തൊക്കെയാവാം എന്നുള്ളത്. മാനത്ത് അമ്പിളി ആവണം എന്നൊരു ചിത്രമുണ്ട് അല്ലേ, നമുക്കതാവാം. അല്ലെങ്കിൽ താഴെ ഒരു ചെറിയ കൊച്ചുകുട്ടി എന്തുകൊണ്ടോ ഇങ്ങനെ ആസ്വദിച്ച് നോക്കുന്നുണ്ട് അല്ലേ, അതാവാം. മുകളിലൊരു കുട്ടി എന്താ കിളിയോട് സംസാരിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് കിളിയാവാം. അല്ലെങ്കിൽ എന്താ താഴെ കൂടെ ഒഴുകുന്ന നദിയാവാം അല്ലേ, മൃഗങ്ങളാവാം, അല്ലെങ്കിൽ ഒരു കാടാവാം, എന്തും ആവാം. നിങ്ങളുടെ സ്വപ്നം എന്താണെന്നൊന്ന് ചിന്തിക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചോളൂ, പറഞ്ഞു തരാം. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹിന്ദി ക്ലാസ്. എല്ലാവർക്കും കേട്ടത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കേട്ടോളുക. എന്നിട്ട് നിങ്ങളുടെ വരികൾ കവിതയാക്കി ഇവിടെ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരിക. ധന്യവാദ്.